ജില്ലയിലെ അഴിമുഖങ്ങളിൽ തുറമുഖ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മാനുവൽ ഡ്രഡ്ജിംഗ് നടത്തിവരുന്നതായി പോർട്ട് ഓഫീസർ പറഞ്ഞു. രൂക്ഷമായ മണൽക്ഷാമത്തിന് ഇതുകൊണ്ട് പരിഹാരമുണ്ടാകും. തുറമുഖ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ അഴിമുഖങ്ങളിൽ മാനുവൽ ഡ്രഡ്ജിംഗ് നടത്തിവരുന്നതായി പോർട്ട് ഓഫീസർ അറിയിച്ചു. രൂക്ഷമായ മണൽക്ഷാമത്തിന് പരിഹാരമായി പ്രതിമാസം 35,000 ടൺ മണൽ നിർമ്മാണ മേഖലയിൽ കാര്യക്ഷമമായി വിതരണം ചെയ്തുവരുന്നു. അസംഘടിത മേഖലയിലായിരുന്നു മാനുവൽ ഡ്രഡ്ജിംഗ് മേഖലയിൽ പുതിയ ക്രമീകരണവും സാമൂഹിക നിയന്ത്രണവും നടപ്പിലാക്കിയതുവഴി 2000-ഓളം തൊഴിലാളി കുടുംബങ്ങൾക്ക് ജോലി ലഭ്യമായിട്ടുണ്ട്. ചിലവേറിയ മെക്കാനിക്കൽ ഡ്രഡ്ജിംഗിന്റെ സ്ഥാനത്ത് കാര്യക്ഷമവും ചിട്ടയോടുമുള്ളതുമായ മാനുവൽ ഡ്രഡ്ജിംഗ് പ്രവൃത്തി നടപ്പിലാക്കിയാണ് പ്രതിദിനം 1800-ഓളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചത്. അപകടകരമായ മണൽത്തിട്ടകൾ നീക്കം ചെയ്യുന്നതുവഴി അഴിമുഖങ്ങളിലെ അപകടങ്ങളിൽ ഗണ്യമായ കുറവുണ്ടായി. മണൽ വിപണനത്തിലൂടെ സർക്കാരിലേക്ക് പ്രതിവർഷം 2 കോടി രൂപയുടെ വരുമാനമുണ്ടായതായും തുറമുഖ വകുപ്പ് അറിയിച്ചു. 1200-ഓളം മണൽ തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകി. തീരദേശ സുരക്ഷയ്ക്കായി പുത്തൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ജാഗ്രതാ സമിതികൾ മുഖേന തീരദേശ സുരക്ഷ ശക്തമാക്കി. നിരീക്ഷണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനായി പോർട്ട് ഓഫീസിൽ VHFM അനുബന്ധ ഉപകരണങ്ങളും സ്ഥാപിച്ചു. കാസർഗോഡ് മീഞ്ച പഞ്ചായത്തിലെ തുറമുഖ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ശിലാസ്ഥാപന കർമ്മം തുറമുഖ വകുപ്പ് നിർവഹിച്ചു കഴിഞ്ഞതായും ജില്ലയിലെ തുറമുഖ വകുപ്പിന്റെ അധീനതയിൽ വരുന്ന ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയതായും തുറമുഖ വകുപ്പ് അറിയിച്ചു.